ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അറിയിപ്പ് അവരുടെ വെബ്സൈറ്റിൽ വന്നത്. അങ്ങനെയാണ് സാധാരണയായിട്ട് ഫുട്ബോൾ ടീമുകൾ അവരുടെ വിൻഡോ അനൗൺസ് ചെയ്യുക. ഫിഫ നവംബർ വിൻഡോവിൽ വരണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. 2 ഓപ്ഷനായിരുന്നു നമ്മൾ കൊടുത്തത്. ഒന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. ഇടക്കാലത്ത് അവർ അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമ്മളത് ഈ വർഷം തന്നെയാണ് വേണ്ടത്. കാരണം 2022 ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അർജന്റീന എന്ന് മാത്രമല്ല, ആ ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇന്നത് 26 ആകുമ്പോൾ പുതിയ ലോകകപ്പ് വരുമ്പോൾ പിന്നെ ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ടീമിലെ കളിക്കാരെ മുഴുവൻ താരങ്ങളെയും കേരളത്തിലെത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ അതിന് എഫ് മുമ്പ് അംഗീകാരം നൽകിയതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇത് കുറേ ശ്രമിച്ചതാണല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആലോചിച്ച് വരിക. വലിയ സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അതുമായി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ, ഇപ്പോൾ കളിസ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് ശേഷമേ എനിക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയൂ. കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് നമുക്ക് ഓണത്തിന് കിട്ടുന്ന ഒരു ഉത്സവമാക്കി നമുക്കിതിനെ മാറ്റാം. എനിക്കറിയാം, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, LDF പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ തെറ്റായിട്ട് പറയും. ഇപ്പോ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വരികയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും, അതറിയില്ല. അപ്പൊ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു വെർഷനിൽ നമ്മൾ പോകണ്ട. ഈ ഫിഫ വിൻഡോ എന്ന് പറഞ്ഞ് കൊല്ലത്തിൽ 3-4 വിൻഡോകളാണ്. ചില വിൻഡോസ് നമ്മൾ പേരും മഴയാവും, അവിടെ കൂടുതൽ കളിക്കാൻ പറ്റില്ല. അമിതമായി ചൂടുള്ള സമയത്ത് നമുക്ക് വരാൻ കഴിയില്ല. കേരളത്തിൻ്റെ ക്ലൈമറ്റ് ഇപ്പോൾ ഉള്ളത് ഡിസംബർ നവംബറിലാണ്. ഒരു പുറത്തുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയ സീസൺ അതാണ്. നമ്മൾ അതാണ് പ്രതീക്ഷിച്ചും അതാണ് ഇപ്പോൾ നടന്നു. അതിനപ്പുറം വേറൊന്നുമില്ല, വേറൊന്നിനും കാണണം. ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻ്റാണ് മൂന്നാറിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ഒരു കണ്ടന്റ്. അതാണ് സ്പോർട്സ് ടൂറിസമാണ്. ഇതെല്ലാം സ്പോർട്സ്, ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ വരിക, ഫുട്ബോൾ മത്സരങ്ങൾ വരിക, ഇതൊക്കെ അതിൽ നിന്ന് വരുന്ന കുറേ പല ഭാഗത്തും വരുന്ന ജനങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യുന്ന പണം, അതല്ല അത് തന്നെയാണല്ലോ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ സ്പോർട്സ് ടൂറിസമാണത്. ഇതൊന്നാമത് എന്താ പറയുക, ഇതിൽ വേറെ കാര്യം മനസ്സിലായി, ഇതൊരു ഫ്രണ്ട്ലി മാച്ചാണ്. ഫിഫ വിൻഡോ എന്നുള്ളത് ഫിഫ റാങ്കിങ്ങിലുള്ള ടീമുകൾക്ക് ഈ ഒരു വിൻഡോയിൽ എവിടെയും പോയി കളിക്കാം. അതിന് പ്രത്യേകം ആരുടെയും അനുമതി, അതായത് സർക്കാരുകളുടെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ. അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ മറ്റൊന്നുമില്ല. അതൊക്കെ ഏതുതരം എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല. പക്ഷെ നമുക്കതിൻ്റെ നിലവിൽ കായിക മന്ത്രാലയത്തിൻ്റെ അനുമതി നമുക്കുണ്ടല്ലോ. പിന്നെ അതേക്കുറിച്ച് നമ്മൾ പെട്ടത് കത്തെഴുത്തും മറുപടിയും നമ്മൾ ബ്രസീലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒഴിവില്ല. അങ്ങനെ ഇതിനൊരു രസമാണല്ലോ. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാൽ അവർക്ക് സമയമില്ല. അവർ വേറെ എവിടെ കമ്മിറ്റ് ചെയ്തു പോയി. അതിന് സർക്കാരിൻ്റെ പണമാണെങ്കിലല്ലേ നമുക്കിത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ അതിൻ്റെ പോലുള്ള ഒരാളുടെ അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു കളിക്ക് ആ പണം നിങ്ങൾ ഈ പണം ഗ്രൗണ്ട് ഉണ്ടാക്കാൻ തരുമെന്നുള്ളല്ലോ. ഒരു കളി എന്നുള്ള ഒരു സ്പിരിറ്റല്ലേ സർക്കാരിന് കഴിയുമോ? ഇത്രയും വലിയ പണം ചിലവാക്കി കൊണ്ടുവരാൻ ഒരിക്കലും കഴിയും. അതൊന്നും പ്രാക്ടിക്കലല്ല, അതൊന്നും നമ്മൾ ആലോചിക്കില്ല. അപ്പം ആ ഒരു സംഭവം അത് പലരും പറയുന്നു, പലരും പറയും. നമ്മളിപ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത്രേ ഞാനിതിൽ കാണുന്നു. നോക്കൂ, നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ ഈ ഗവൺമെൻറ്, 2ാം ഗവൺമെൻറ് വന്നതിന് ശേഷം ലക്ഷ്യം വെച്ചു. അതിലൊന്നായിരുന്നു ISSK. അത് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ISSKയിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഫുട്ബോൾ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്.
ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. അതിലാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ലീഗ് അനൗൺസ് ചെയ്തതിനു ശേഷം കേരള ഫുട്ബോൾ അസോസിയേഷൻ ലീഗ് അനൗൺസ് ചെയ്തു. അതൊക്കെ അതിന് ശേഷം ഉണ്ടായതല്ലേ. മാത്രമല്ല വലിയ പരിശീലന പരിപാടികൾ, ഇപ്പോൾ ഗോൾ അടക്കമുള്ള പദ്ധതികൾ നമ്മൾ അനൗൺസ് ചെയ്തു. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ GB രാജ നോക്കൂ, അതിന് ശേഷമല്ലേ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. സുബ്രത കപ്പിൽ 2ാം സ്ഥാനത്ത് എത്തിയില്ലേ. വളരെ പിന്നിൽ നിന്നിരുന്ന ടീമുകളായിരുന്നു. ഇന്ന് അവർ ഇപ്പോൾ അത്ലറ്റിക് മീറ്റ് നടന്നു. എത്രയോ സ്വർണം, 16 സ്വർണം, 10 വെള്ളി, ബ്രോൺസ് എല്ലാം കിട്ടില്ല. എത്ര മെഡലുകൾ കിട്ടി. അപ്പോൾ കായിക മേഖലയിൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. 3500 കോടി രൂപ 9 വർഷത്തെ കണക്കുകളെടുത്ത NMLA ഫണ്ടുകൾ, പ്ലാൻ ഫണ്ട്, ബഡ്ജറ്റ് വീതം, കിഫ്ബി 3500 കോടി രൂപ നമ്മൾ കേരളത്തിൽ കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും സ്റ്റേഡിയം ഉണ്ടാക്കുക എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ മറുപടി പറയാം. അവര് ഇപ്പോൾ ഫിഫ റാങ്കിങ് ഉണ്ടല്ലോ 50, അതിൽപ്പെട്ട ടീമാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ പലരും സന്നദ്ധത അറിയിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ടീം തന്നെ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് താല്പര്യമുണ്ട്. കാരണം ഓസ്ട്രേലിയയുമായി നമുക്ക് കായിക വകുപ്പിനൊരു എഗ്രിമെൻ്റ് ഉണ്ട് കളിക്കാരെ കൈമാറാൻ. അപ്പോൾ അതേപോലെ ടീമുകളൊക്കെ തന്നെ നമ്മളെ വിളിക്കുന്നു. 3-4 ടീമുകൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അപ്പം ഏതെങ്കിലും നല്ല ടീം, അല്ലെങ്കിൽ ത്രികോണ മത്സരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരു ആവേശം പകരുന്ന ഒരു സ്പിരിറ്റ്, ഇത്രേ ഉള്ളൂ. അതായത് ഫിഫ ടോപ്പ് 50 റാങ്കിങ്ങുള്ള ടീമായിരിക്കും. അത് ഏഷ്യൻ ടീമാണെങ്കിൽ കൂടുതൽ പരിഗണന ഉണ്ടാവും. അല്ല, നോക്കാം ഏതാണ് കിട്ടുന്നത് അത് നോക്കാം. സെക്യൂരിറ്റി കാര്യം പറഞ്ഞ വലിയൊരു സെക്യൂരിറ്റി സംവിധാനം വരുമല്ലോ സ്വാഭാവികമായിട്ട്. നമ്മളെ സ്റ്റേറ്റ് അല്ല, നമ്മുടെ സ്റ്റേറ്റിൽ അതൊന്നും കുഴപ്പമുണ്ടാവില്ല.